അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സഫർ മാസത്തിൽ ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള സംശയങ്ങളാണല്ലേ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചോളൂ കേട്ടോ. എനിക്കറിയണതും അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതാണ്. അപ്പോൾ സഫർ മാസവും വിവാഹവും. സഫർ മാസത്തിൽ നിക്കാഹ് നടത്തൽ പ്രത്യേകം സുന്നത്തുണ്ടോ? ചിലർ സഫർ മാസം മുഴുവൻ അശുഭമാണെന്നും അതുകൊണ്ട് സഫർ മാസത്തിൽ നിക്കാഹ് നടത്തൽ നല്ലതല്ലെന്നും പറയാറുണ്ട്. വസ്തുത എന്താണ്? അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് പറയുന്നത്. സഫർ മാസം മുഴുവൻ അശുഭമുള്ള ദിനങ്ങളാണെന്ന വിശ്വാസം ശരിയല്ല. എല്ലാ മാസത്തിലും അശുഭമുള്ള നെഹ്സ് ദിവസങ്ങൾ ഉള്ളതുപോലെ സഫർ മാസത്തിലും ചില ദിവസങ്ങൾ നെഹ്സുകളാണ്. പ്രസ്തുത ദിവസങ്ങളിൽ നിക്കാഹും മറ്റും നടത്തൽ അനുവദനീയമാണെങ്കിലും ഒഴിവാക്കലാവും ഉത്തമം. വിവാഹത്തിൻ്റെ സുന്നത്തുകൾ വിവരിച്ച സ്ഥലത്ത് ഇങ്ങനെ കാണാം. വിവാഹം ശൗവാൽ മാസത്തിലോ സഫർ മാസത്തിലോ ആയിരിക്കൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ വിവാഹം കഴിച്ചത് ശൗവാൽ മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹു തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത് സഫർ മാസത്തിലുമാണ്. നിഹായത്തുൽ സൈൻ പേജ് 300 ഇത് കാണാൻ സാധിക്കും. ഖദീജ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തതും സഫർ മാസത്തിലാണ്. അപ്പോൾ ഈ സഫർ മാസത്തിൽ കല്യാണം വിവാഹം നടക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ നെഹ്സ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.